വൈകുന്നേരം എല്ലാവരും കൂടെ ഫ്രീ ആയിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ചേട്ടത്തി ഒരു ഐഡിയ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ശാസ്താംപാറയിലോട്ട് പോയാലോ എന്ന്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ലൊരു സ്പോട്ടാണ് ശാസ്താംപാറ എന്ന് അറിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾ ഇതുവരെയ്ക്കും അവിടെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വഴി അറിയത്തില്ല, അതുകൊണ്ട് ചേട്ടൻ്റെ പുറകെ പോയാ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ കയറാനുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് പടിക്കെട്ടാ, പിന്നെ കുറച്ച് പാറയാണ്, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പടിക്കെട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായി. ഇച്ചിരി ഒന്ന് കയറാനുണ്ടെങ്കിൽ നമ്മൾ കയറി മേളിൽ ചെല്ലുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഞങ്ങൾ ചെന്നത് ഒരു വൈകുന്നേരം സമയമായിരുന്നു കേട്ടോ. ആ സമയത്തുള്ള സൂര്യൻ്റെ നല്ല മഞ്ഞ പ്രകാശമൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു കളറിലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ലൈറ്റൊക്കെ ആയിരുന്നു. അപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവിടെ ഒരു പീസ്ഫുൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം എത്ര സമയം വേണേലും അവിടെ ഇരിക്കാൻ നമുക്ക് ഓക്കെ ആയിരുന്നു. അത്രയ്ക്ക് നല്ലൊരു സമാധാനമുള്ളൊരു സ്ഥലമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാറി മാറിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഒരാൾ മാത്രം ദൂരത്ത് നിൽക്കുന്നുണ്ട്. ഇതെന്തോ സംഭവം എന്നറിയാതെ ഞങ്ങൾ ചേട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു, ചേട്ടാ താഴോട്ട് ചാടല്ലേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാവേ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കളിയാക്കുമായിരുന്നേ. അന്നേരം കാണാൻ ഒരാൾ ഒന്നും അറിയാത്ത കണക്കിരുന്ന് സെൽഫി എടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു രസമാണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മേളിലോട്ട് കയറാൻ പറ്റും കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ മേളിലോട്ട് കയറുവാണ്. അവിടെ നിന്ന് ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. കയറാനല്ല, ഇറങ്ങുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നേ. മേളിൽ കയറി ചെന്നപ്പോൾ ഉള്ള ലോകം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ആയിരുന്നു. അവിടെ ആമ്പൽക്കുളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സെൽഫിയൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം സൊറയൊക്കെ പറഞ്ഞിരുന്നു. ഒത്തിരി രാത്രി ആയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.